viewers, welcome back to Xylem Learning. ഓക്കെ, അപ്പോൾ നാളെയാണ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. ക്രിസ്മസ് എക്സാമിന്റെ തലേന്ന് മിക്ക കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്നാണ് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏതൊക്കെ ചാപ്റ്ററാണ് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. മിസ് എന്ന വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് റിപ്പീറ്റഡ്ലി ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥിരമായിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറേ ചാപ്റ്ററുകളുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെയും ഔട്ട്ലൈൻ മാത്രമായിരിക്കും നോക്കുക, എങ്ങനെ എഴുതണം, എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം. അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇന്ന് വൈകുന്നേരമുള്ള മാരത്തോണിലായിരിക്കും തരാം. അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ ആയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തിലേക്ക് പോകും, ഒരുപാട് ഡ്യൂറേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ ചാപ്റ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. എത്ര ചാപ്റ്ററുകളുണ്ട്? 1, 2, 3, 4, 5 ചാപ്റ്ററുകളിൽ നിന്ന് എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിൽ 3 ചാപ്റ്റർ നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്നാണ്. LPG, പോവർട്ടി, റൂറൽ ഡെവലപ്മെന്റ് ചോദ്യം 5 മാർക്കിനാണ് സ്ഥിരമായിട്ട് ചോദിക്കുക. എന്നാൽ മിക്കപ്പോഴും അത് 8 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ മെഷേഴ്സ്. മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, പ്രോബ്ലം ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പ്രസന്റേഷൻ ഡേറ്റിൽ ഒരു ചോദ്യവും മെഷേഴ്സിൽ ഒരു ചോദ്യം, 2 8 മാർക്കിന് ചോദ്യം ഇങ്ങനെയാണ് വന്നെങ്കിൽ ആ 2 ചോദ്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം മാത്രം LPG റൂറൽ ഡെവലപ്മെന്റിലേക്കൊക്കെ പോവുക. എന്താണെന്ന് അറിയോ? കാരണം നിങ്ങൾ തിയറി എഴുതാൻ ഒരുപാട് സമയം എടുക്കും, എഴുതി ഫലിപ്പിക്കണം, അതിന് ഒരുപാട് പോയിന്റ്സ് എഴുതണം. പക്ഷേ നമ്മുടെ പ്രോബ്ലം ആകുമ്പോഴത്തേക്കും ജസ്റ്റ് 2-3 സ്റ്റെപ്പ് എഴുതുക, ഡയഗ്രാം വരയ്ക്കുക, അവിടെ കഴിഞ്ഞു. പക്ഷേ ഡയഗ്രവും പ്രോബ്ലവും ചെയ്യാൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, ശരിയായിട്ടായിരിക്കണം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ LPG എന്താ? LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, elucidate the policy measures adopted by India government in 1991. 1991 ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നയ നടപടികൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് 1991 ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നയ നടപടികൾ? അതാണ് LPG എന്ന് പറയുന്നത്. L എന്താണ്, P എന്താണ്, G എന്താണ് എഴുതി വെക്കുക. ആദ്യമേ എന്താണ് ലിബറലൈസേഷൻ എഴുതി വെക്കുക. എന്താ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്? എക്കണോമിയിലെ എല്ലാ സെക്ടേഴ്സും ഓപ്പൺ അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫ്രീഡം കൊടുക്കാൻ, അല്ലെങ്കിൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ്, ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ, ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലിബറലൈസേഷൻ കൊണ്ടുവന്നത്. ലിബറലൈസേഷനിൽ ഒരുപാട് സബ് പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് ഉണ്ട്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഉണ്ട്, ടാക്സ് റിഫോംസ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ഉണ്ട്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് ഉണ്ട്. ഇതും കൂടെ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം അതിൽ മലയാളത്തിൽ മിസ് കൊടുത്തിട്ടുണ്ട്, മലയാളം മീഡിയം കുട്ടികളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി സ്ലൈഡ്. ഓക്കെ, അതിനുശേഷം പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് എഴുതാം. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1991 മുന്നേ ഫുൾ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്, എല്ലായിടത്തും ഒരു ആധിപത്യം ഉണ്ടായിരുന്നത് സർക്കാരിനായിരുന്നു അല്ലെ, പബ്ലിക് സെക്ടറിനായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് പ്രൈവറ്റ് സെക്ടറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു നയമാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്വകാര്യവൽക്കരണം? പ്രൈവറ്റൈസേഷൻ മീൻസ് ഗിവിംഗ് അവേ ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ്. അതായത് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള, ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള കമ്പനികൾ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷന്റെ വേറൊരു പേര്, വേറൊരു രീതിയിൽ നമുക്ക് പറയാം, അത് ഡീനാഷണലൈസേഷൻ ആണ്. എപ്പോഴും ഒരു മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രൈവറ്റൈസേഷനെ എന്തു പേരിൽ അറിയപ്പെടും? ഡീനാഷണലൈസേഷൻ. നാഷണലൈസേഷൻ അല്ല, ഡീനാഷണലൈസേഷൻ ആണ്. അത് മിസ് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത, മാനേജ്മെന്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. എന്താ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാരിന്റെ കമ്പനികള് പ്രൈവറ്റിന് വിൽക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സാധനം വെറുതെ കൊടുക്കാം, എനിക്ക് നിങ്ങൾക്ക് ചോക്ലേറ്റ് വെറുതെ തരാം, പൈസയ്ക്കും തരാം. അങ്ങനെ പൈസയ്ക്ക് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ സർക്കാരിന്റെ അധീനതയിലുള്ള എന്തെങ്കിലും കമ്പനികൾ പ്രൈവറ്റ്, സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ കമ്പനികൾക്കോ വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ സിമ്പിൾ ആണ്. എന്താ ഗ്ലോബലൈസേഷൻ? ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അതായത് ലോകത്തെ രാജ്യങ്ങളുടെ ഒരു ഏകീകരണം. എല്ലാവരും തമ്മിൽ ബന്ധമുണ്ട്. അമേരിക്കയിൽ നടക്കുന്ന എന്താണെന്ന് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് കുറേ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാം, അവിടുന്ന് കുറേ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാം അല്ലെ. അതേപോലെ തന്നെ സാധനങ്ങൾ ഓർഡർ ചെയ്യാം അല്ലെ, എക്സ്പോർട്ട് ചെയ്യും. ഇവിടെയൊക്കെ ഭയങ്കര സുതാര്യമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലോബലൈസേഷൻ കൊണ്ടാണ്. ഈ ഗ്ലോബലൈസേഷൻ 2 ഫീച്ചേഴ്സ് മക്കൾക്ക് എഴുതി വയ്ക്കാം. ഫീച്ചേഴ്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസർ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രി, അത് തന്നെയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ക്യാപിറ്റൽ, നോളജ് ആൻഡ് പീപ്പിൾ അക്രോസ് നാഷണൽ ബോർഡർ. സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം ഒക്കെ. ഇപ്പൊ നമുക്കൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയിലുള്ള ഒരു സാറിന്റെ ക്ലാസ് നമുക്ക് എടുത്ത് കാണാം, അല്ലെങ്കിൽ UK,
UK പോയി പഠിക്കാൻ നമുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ്റെ ഫീച്ചേഴ്സ്. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റിന് എക്സ്റ്റൻഷൻ അല്ലേ, ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ വാങ്ങാം. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് റിഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെയുള്ള ചെലവുകൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ആകുന്നു. ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് എഴുതി വെക്കുക. അത് ഒരുപാട് എഴുതണമെന്നില്ല, ഒരുപാട് എഴുതി നിങ്ങൾ ആൻസർ വലുതായി പോകും. 2-3 പോയിന്റ്സ് എഴുതി വെക്കുക. പിന്നെ ഗ്ലോബലൈസേഷനിൽ നമ്മൾ പ്രൈവറ്റൈസേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എഴുതിയില്ലേ, അതേപോലെ ഇവിടെ ഔട്ട്സോഴ്സിംഗ് എന്നതിന് പുറം വാങ്ങൽ, സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ് ആണെന്ന് എഴുതി വെക്കുക. പിന്നെ ഇന്ത്യ എന്തുകൊണ്ടാണ് നല്ലൊരു ഡെസ്റ്റിനേഷൻ, എന്തുകൊണ്ടാണ് മിസ് ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഔട്ട്സോഴ്സിംഗിന് ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ്? ഹ്യൂജ് പൂൾ ഓഫ് സ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്, ഇന്ത്യയിൽ നല്ല ജോലി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണുള്ളത്. ലോ വേജ് റേറ്റ്, കുറച്ച് പൈസ കൊടുത്താൽ അവർ ജോലിക്ക് വരും. പ്രൊഫഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ അവർക്ക് നല്ല രീതിയിൽ അറിയാം. ഇതും ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ആൻസർ ഒരുപാട് വലുതായി പോയി കഴിഞ്ഞാൽ ഇത് എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഇത് മിസ് പറഞ്ഞ എന്തിനാണ്, ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വൈ ഇന്ത്യ ഈസ് നോൺ ഫോർ ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, പുറം വാങ്ങലിന് ഒരു നല്ല ഡെസ്റ്റിനേഷൻ എന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്? ഈ 3 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. 3 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ LPG അവിടെ കഴിഞ്ഞു. ഇനി ദാരിദ്ര്യമാണ് പോവർട്ടി എന്നറിയാം എന്താണ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് പോവർട്ടി അലീവിയേഷൻ. പോവർട്ടി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നയങ്ങളും നടപടികളും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എപ്പോഴും 8 മാർക്കിന് കാണാം. 8 മാർക്കിന് നിങ്ങളിത് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇടണം. മിക്ക കുട്ടികളും ചെയ്യുന്നതാണ്. നമുക്കറിയാം ആദ്യമേ 3 സെക്ടാണുള്ളത് അല്ലേ. എന്താണ്? സെൽഫ് എംപ്ലോയ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി. ചില കുട്ടികൾ ഫുഡ് സെക്യൂരിറ്റി എഴുതി വെക്കും, അവർ സോഷ്യൽ സെക്യൂരിറ്റി എഴുതാൻ മറന്നു പോകും. പക്ഷേ ഈ 3 എഴുതിയാൽ മാത്രമേ ഈ ആൻസർ കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പം സെൽഫ് എംപ്ലോയ്മെന്റിലും വേജ് എംപ്ലോയ്മെന്റിലും നിങ്ങളിപ്പം ഒരു കുറേ പോളിസീസ് ഓർമ്മയുണ്ട്, ഇതിനകത്ത് എന്താ എഴുതണ്ടേന്ന് ഓർമ്മയില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുന്നത് സെൽഫ് എംപ്ലോയ്മെന്റും വേജ് എംപ്ലോയ്മെന്റ് ആണ്. അപ്പോൾ ചുമ്മാ 2-3 എഴുതി വെക്കുക. റൂറൽ ഏരിയയിൽ സെൽഫ് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ വന്നാണ്, അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ കൊടുക്കാൻ കൊണ്ടുവന്നാണ്. ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റിലും ഇത്രയും പ്രോഗ്രാംസ് ആണുള്ളത്. REGP, PMRY, SGSRY, SGSY, NREGP, JRY, NRY. ഇത് 8 എണ്ണവും പഠിക്കാന്നുള്ളത് 7 എണ്ണവും പഠിക്കാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഏതെങ്കിലും ഒരു 4-5 ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പം REGP എന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങൾ എങ്ങനെ ആലോചിക്കുക? REGP, എന്ന് പറയുന്നത് റൂറൽ ആണ്. അപ്പോൾ റൂറൽ ഏരിയയിൽ എംപ്ലോയ്മെന്റ് കൊടുക്കാൻ കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ്. അതേപോലെ PMRY എന്തിനാണ്? ലോ ഇൻകം ഫാമിലിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് PMRY, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഇനി SJSRY, എന്താ SJSRY എന്ന് പറയുന്നത്? അർബൻ ഏരിയസിൽ സെൽഫ് എംപ്ലോയ്മെന്റും വേജ് എംപ്ലോയ്മെന്റും പ്രൊവൈഡ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് SJSRY എന്ന് പറയുന്നത്. ഇനി SGSY എന്താണ്? അത് IRDP. അത് കുറച്ചുണ്ട് കേട്ടോ, അതിനൊന്ന് 2-3 പോയിന്റ്സ് ഉണ്ട്. സംഭവം SGSY എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. നമ്മുടെ കുടുംബശ്രീകളൊക്കെ ഇല്ലേ, സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയും. അപ്പം കുടുംബശ്രീ പോലെയുള്ള കാര്യങ്ങൾ വന്നത് ഈ SGSY എന്ന പദ്ധതിയിൽ നിന്നാണ്. ഇനി NREGP എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പോലൊന്നാണ്. 100 ദിവസം നമുക്ക് ഗ്യാരണ്ടിയാണ്. 100 ദിവസം പണി ഉണ്ടാകും. ആ 100 ദിവസം നമുക്ക് ഓരോ ദിവസം ഒരു മിനിമം വേജ് റേറ്റ് നമുക്ക് കിട്ടും. തൊഴിലുറപ്പ് പദ്ധതി കണ്ടിട്ടില്ലേ, കുറെ ആൾക്കാർ പോകുന്ന കണ്ടിട്ടില്ലേ, അതാണ് NREGP എന്ന് പറയുന്നത്. ഇനി JRY, എന്താ JRY എന്ന് പറയുന്നത്? ഈ JRYയുടെ ജവഹർ അല്ലേ, അപ്പൊ ജവഹറിന്റെ 6 നിങ്ങൾ വിചാരിക്കുക, ജവഹറിന്റെ 6. അപ്പം JRY എന്ന് കേട്ടാൽ അത് ആലോചിക്കുക, അത് ജവഹർ റോസ്ഗാർ യോജനയാണ്. അപ്പൊ ജവഹറിന്റെ അവസാനത്തെ ലെറ്റർ 6 ആയതുകൊണ്ട് റൂറൽ ഏരിയാസിൽ സെൽഫ് എംപ്ലോയ്മെന്റ് കൊടുക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് നെഹ്റു ആണ്. നെഹ്റു റോസ്ഗാർ യോജന NRY ആണ്. NRY എന്ന് പറയുമ്പോഴത്തേക്കും നെഹ്റുവിന്റെ അവസാനത്തെ ലെറ്റർ എന്താണ്? U. അപ്പം അർബൻ ഏരിയാസിൽ എംപ്ലോയ്മെന്റ് കൊടുക്കാൻ വന്നതാണ്. സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ കുറെ കോഡുകളിലൂടെ പഠിച്ചു വെക്കുക, അതേ നമുക്ക് പറ്റത്തുള്ളൂ. ഇനി ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും ഇപ്പം അറിയാം, പോവർട്ടി എന്ന് പറയുന്നത് ഭക്ഷണം അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഭക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കൊണ്ടുവന്ന കുറേ പദ്ധതികളാണ്. നമുക്ക് എത്ര പദ്ധതികളുണ്ട്? 5 പദ്ധതികളുണ്ട്. PDS, ICDS, MDMS, AS, AAY. ഇതിൽ PDS എന്ന് പറയുന്നത് തന്നെ റേഷൻ ഷോപ്പുകളാണ്. ഓക്കെ, അടുത്തത് ICDS എന്ന് പറയുമ്പോൾ അംഗനവാടികൾ വഴി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗർഭിണികൾ, അമ്മമാർ
അമ്മമാർക്കൊക്കെ എന്ത് ചെയ്യും, ഇപ്പം റാഗി, അമൃതം പൊടിയൊക്കെ കൊടുക്കുന്ന പരിപാടിയില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, ഇതാണ് ICDS എന്ന് പറയുന്നത്. ഇനി MDMS. എന്താ MDMS എന്ന് പറയുന്നത്? മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ. അതായത് കുട്ടികൾക്ക് സ്കൂളിൽ ഫ്രീ കുക്ക്ഡ് മീൽസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉച്ചക്കഞ്ഞി, ഉച്ചഭക്ഷണം പോലെ കാര്യങ്ങളില്ലേ, അതാണ് MDMS എന്ന് പറയുന്നത്. ഇനി AS അന്നപൂർണ്ണ. അന്നപൂർണ്ണ നിങ്ങൾ അരിയായിട്ട് വിചാരിക്കുക. അന്നപൂർണ്ണ എന്ന് പറയുന്നത് ഒരു അരിയാണ്. അപ്പം അന്നപൂർണ്ണ എന്ന് പറയുമ്പോൾ ആ പദ്ധതിയിൽ വരുന്നത് 10 കിലോ അരി കൊടുക്കുകയാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്, പൈസ ഒന്നും വാങ്ങാതെ കൊടുക്കുന്നതിനെയാണ്. ആർക്കാണ്? പുവർ സീനിയർ സിറ്റിസൺ, അല്ലേ, മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്നത് പറയുന്നത് അന്നപൂർണ്ണ സ്കീം എന്ന് പറയുന്നത്. ഇനി AAY മിക്കപ്പോഴും 1 മാർക്കിന് ചോദ്യം വരും. അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. AA എന്ന് പറയുന്നത് ഭയങ്കര പാവപ്പെട്ട, ഭയങ്കര പുവറായിട്ടുള്ള ഫാമിലിക്ക് ഭയങ്കര പൈസ കുറച്ച് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നതിനെയാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്, AAY എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയായോ? എനിക്കറിയാം ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഇങ്ങനെ പോയാലേ നമുക്ക് എല്ലാ ചാപ്റ്ററും കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോഷ്യൽ സെക്യൂരിറ്റിയിൽ 8 പ്രോഗ്രാമുകളുണ്ട്. 8 എണ്ണവും പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 4-5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കാം. ആദ്യത്തത് AABY ആണ്. സോഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ പെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുക. ഇത് രണ്ടുമാണ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ നമുക്ക് സാമൂഹികപരമായിട്ടൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ഫീല് തോന്നിക്കുക എന്ന രീതിയിൽ കൊണ്ടുവന്ന പദ്ധതികളാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇൻഫോർമൽ സെക്ടറിൽ ഇൻഷുറൻസ്, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കുക. ഇനി INPS എന്ന് പറഞ്ഞ പദ്ധതി വന്നത് 500 രൂപ. 500 രൂപ ആർക്കാ കൊടുക്കുന്നത്? 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും. അവരെവിടെ ആയിരിക്കണം? ബിലോ പോവർട്ടി ലൈനിലായിരിക്കണം, BPL ഫാമിലിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രതിമാസം 500 രൂപ വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ഇനി RSBY, രാഷ്ട്രീയ സ്വസ്ഥ്യ ബീമാ യോജന, 2008 തുടങ്ങിയതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നത് BPL ഫാമിലി. ഈ പോവർട്ടി നിർമ്മാർജ്ജനം ചെയ്യാൻ കൊണ്ടുവന്ന പരിപാടികൾ ആർക്കും APL കൊടുക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് BPL എഴുതി വെക്കുക എവിടെ വേണമെങ്കിൽ, കാരണം BPL ഫാമിലിക്ക് അത് കൊടുക്കുള്ളൂ. ഇനി APY, അഡാൽ പെൻഷൻ യോജന, 18 മുതൽ 40 വയസ്സിലുള്ള ആൾക്കാർ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവിടെ എവിടെ വർക്ക് ചെയ്യണം? അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പെൻഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇനി JBY, ജനശ്രീ ബീമാ യോജന എന്ന് പറയുന്നത് BPL ഫാമിലിക്ക് ഇൻഷുറൻസ് കവർ കൊടുക്കുക. ഇനി PMJJBY, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, അതായത് 330 രൂപ നമ്മൾ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ 2 ലാക്ക് പ്രീമിയം കവർ, ലൈഫ് കവർ നമുക്ക് കിട്ടും. ഇനി PMSBY എന്ന് പറയുന്നത് അവിടെ 12 രൂപ അടച്ചാൽ മതി, 2 ലക്ഷം രൂപ നമുക്ക് ലൈഫ് കവർ. അതായത് ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും മരണം സംഭവിച്ചാലോ, ആക്സിഡന്റ് പറ്റി നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിച്ചാലോ ഒക്കെയാണ് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി അവസാനത്തേത് NSAP, ദേശീയ സാമൂഹിക സഹായ പദ്ധതി, അതായത് ആരും ഒരു നോക്കാനില്ലാത്ത മുതിർന്ന പൗരന്മാർ, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവുമല്ലോ, അതേപോലെയുള്ള വിധവകൾക്കൊക്കെ ഒരു ഇൻഷുറൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് NSAP, നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ 8 മാർക്കിന് പോവർട്ടി എന്നുള്ള ചോദ്യം പഠിച്ചു. എനിക്കറിയാം ഞാൻ നല്ല സ്പീഡിലാണ് പോയിട്ടുള്ളത്, ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. എക്സ്പ്ലനേഷൻ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ വലുതായിട്ട് പോകും. അതുകൊണ്ടാണ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. പ്രസന്റേഷൻ ഓഫ് ഡേറ്റയിൽ എന്ത് ചോദ്യമാണ് ചോദിക്കുക? ഒജീവുകൾ വരയ്ക്കാനാണ് ചോദിക്കുക. എന്താണ് ഒജീവുകൾ എന്ന് പറയുന്നത്? നമുക്കറിയാം 2 ലെസ് ദാൻ ഒജീവുണ്ട്, മോർ ദാൻ ഒജീവുണ്ട്. മിക്കപ്പോഴും മീഡിയൻ കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാവേ. ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. മിക്ക കുട്ടികളും ചെയ്യുന്നതാണ്. പല രീതിയിൽ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വരയ്ക്കണമെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഒജീവുകൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ക്ലാസ് ഇൻ്റർവെലും ഫ്രീക്വൻസിയും തന്നിരിക്കണം, എന്നാലേ ഒജീവ് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് ഇൻ്റർവെലും ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇനി ലെസ് ദാനും മോർ ദാനും വരയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കാൽക്കുലേഷൻ നമുക്ക് ബാക്കിയുണ്ട്. മിസ് ഇവിടെ നോക്കിക്കേ, ലെസ് ദാൻ എഴുതി, അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി, മോർ ദാൻ എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. ഇവിടെ മെയിൻ ആയിട്ടുള്ള ആൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ബിക്കോസ് ഇത് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എല്ലാ അപ്പർ ലിമിറ്റും ആണെന്ന് ആലോചിക്കുക. എന്താണ് എല്ലാ അപ്പർ ലിമിറ്റും? സോ എല്ലാ ക്ലാസിൻ്റെയും അപ്പർ ലിമിറ്റ് മിസ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, 5, 10, 15, 20 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ലെസ് ദാനിൽ എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തത്? ആഡ് ചെയ്ത് പോവാണ്. ഫസ്റ്റത്തെ 3 അതേപോലെ ഞാൻ എഴുതി. 3ൻ്റെ കൂടെ 5 കൂട്ടുക 8, 8ൻ്റെ കൂടെ 8 കൂട്ടുക 16. അങ്ങനെ ഓരോ നമ്പറും ആഡ് ചെയ്ത് എനിക്ക് കിട്ടി. ഇവിടെ ലാസ്റ്റ് കിട്ടി, നിങ്ങൾ നമ്പർ ശ്രദ്ധിച്ചോ? 50. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇനി 50 ശരിയാണോ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ടോട്ടൽ എടുത്ത് നോക്കുക. ഇതിൻ്റെ ടോട്ടലായിരിക്കും ഇവിടെ ലാസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് 58 ആണ് ഇത് ചെയ്തപ്പോൾ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നാണ് അർത്ഥം. പക്ഷേ ഇത് കൂട്ടുമ്പോൾ ഇപ്പോൾ എനിക്ക് എത്ര കിട്ടും? 50 തന്നെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. മോർ ദാൻ എന്ന് പറയുമ്പോൾ മക്കളെ, മോർ ദാൻ എല്ലാ ലോവർ ലിമിറ്റുമാണ് നമ്മൾ എഴുതേണ്ടത്. സിമ്പിളാണ്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ലിമിറ്റ് നോക്കിക്കേണ്ട, 0, 5, 10, 15, 20, 25, 30 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി മോർ ദാനിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്
ടോട്ടലിൽ നിന്ന് കുറച്ച് ഡിഡക്ട് ചെയ്ത് വരികയാണ്. ടോട്ടൽ ഞാൻ എഴുതാം. ടോട്ടൽ എത്രയാണ്? 50. ഇനി 50 - 3 എത്ര കിട്ടി? 47. 47 - 5 42. 42 - 8 34 കിട്ടി. 34 - 12 അങ്ങനെ അവസാനം കുറച്ച് എനിക്ക് 2 വരെ കിട്ടും. സോ ഇതിന്റെ അവസാനം 2 ആയിരിക്കണം, ഇവിടെ അവസാനം 2 ആയിരിക്കണം. എന്നാൽ നിങ്ങൾ ചെയ്ത് ശരിയാണെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് ഡേറ്റ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് ഇത് വേണ്ട, ക്ലാസ് ഒന്നും വേണ്ട, നമുക്ക് മോർ ദാനും ലെസ് ദാനും മാത്രം മതി. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ലിമിറ്റ്സുകളൊക്കെ ഇവിടെ കൊടുക്കുക. ലെസ് ദാനും മോർ ദാനും 0, 5, 10, 15, 35 ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ 50 ആയതുകൊണ്ട് ഞാൻ 10, 20, 30, 40, 50 എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യമേ ലെസ് ദാൻ വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം കേട്ടോ. മക്കൾക്ക് മോർ ദാൻ എളുപ്പമെങ്കിൽ മോർ ദാൻ വരയ്ക്കാം. ലെസ് ദാൻ എങ്ങനെ വരയ്ക്കുന്നത്? 5ൽ 3 ആണ്. 5ൽ 3 മാർക്ക്. 10ന് താഴെ ആയിരിക്കും വരിക. 10ൽ 8 ആണ്. 10ൽ 8. അങ്ങനെ ലെസ് ദാൻ ഞാൻ എന്ത് ചെയ്തു? ഇതേ കൃത്യമായിട്ട് ലെസ് ദാൻ ഞാൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ലെസ് ദാൻ ഞാൻ ഇങ്ങനെ വരച്ചു. ഒന്നുമില്ല, നമ്മൾ സാധാ ഡയഗ്രം വരയ്ക്കത്തില്ലേ? 5ൽ 3 വരയ്ക്കുക, 10ൽ 8 വരയ്ക്കുക, 15ൽ 16 വരയ്ക്കുക, 20ൽ 28 വരയ്ക്കുക, അങ്ങനെ വരയ്ക്കുക. ഇനി മോർ ദാൻ 0ൽ 50. മിക്ക കുട്ടികളും ചെയ്യുന്നത് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കും. ഇവിടെ 0ലാണ്. 0 എന്ന് പറയുമ്പോൾ y ആക്സിസിലാണ് 50 മാർക്ക് ചെയ്യേണ്ടത്. y ആക്സിസിൽ ഞാൻ 50 മാർക്ക് ചെയ്തു. ഇനി 5ൽ എത്രയാണെടാ? 47. അപ്പം 50ന് തൊട്ട് താഴെ 47 വരച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? മോർ ദാനും വരച്ചു. അവസാനം 0ൽ ചെന്ന് തട്ടും. കാരണം അടുത്ത 35 വന്നു കഴിഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കുമല്ലോ വരേണ്ടത്. കാരണം 2 - 2 0 ആയിരിക്കും വരിക. ഒന്നും ആലോചിക്കേണ്ട, 35ലേക്ക് 0ലേക്ക് കൊണ്ട് ചേർത്താൽ മതി. ഇപ്പൊ നിങ്ങളോട് ഒജീവ് വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് മാത്രം വരച്ച് വെച്ചാൽ മതി. ഇനി അഥവാ നിങ്ങളോട് മീഡിയൻ കണ്ടുപിടിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഇത് രണ്ടിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് താഴെ എക്സ് ആക്സിലേക്ക് ഒരു ലൈൻ വരച്ച് യോജിപ്പിക്കുക. അതാണ് മീഡിയൻ. കണ്ടുപിടിച്ച് എഴുതണമെന്നൊന്നുമില്ല, അതങ്ങനെ വരച്ച് വെച്ചാൽ മാത്രം മതി, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഇവിടെ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അപ്പോൾ ഡേറ്റ നോക്കിക്കേ, നമുക്ക് ക്ലാസ് ഇന്റർവെൽ കണ്ടിന്യൂ സീരീസ് ആണ്. നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മീൻ്റെ ഫോർമുല എന്താ? സിഗ്മ FM/n ആണ്. ഇപ്പൊ നോക്കിക്കേ മക്കളെ, ഇപ്പൊ മിസ് അതേപോലെ അതേപോലെ ടേബിൾ ഇപ്പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. സിഗ്മ FM-ൽ M വേണം, മിഡ് പോയിന്റ്. ഓരോ ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് M എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓരോ ക്ലാസിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഇങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പൊ 10 to 20 ക്ലാസിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10 + 20 / 2. സിമ്പിൾ ആയിട്ട് ലോജിക്ക് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ 10നും 20നും ഇടയിലുള്ള നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓരോ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് എഴുതി വെച്ചു. FM എന്ന് പറയുന്നത്, ഈ F എന്ന് പറയുന്ന ഫ്രീക്വൻസി നമ്പർ ഓഫ് വർക്കേഴ്സ്, ഈ Fനെ M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 14 × 15 17, 14 × 5 70, 20 × 15 300, 35 × 25 850. അങ്ങനെ ഓരോന്നും ഇൻഡു ചെയ്തിട്ട്, മിസ് ഇവിടെ ഇൻഡു എന്ന് എഴുതിയേക്കാം, നിങ്ങൾക്ക് ഡൗട്ട് വരണ്ടല്ലോ. FM. ഇനി സിഗ്മ FM എന്ന് പറഞ്ഞാൽ എന്താ? FM-ന്റെ ടോട്ടൽ ആണ് സിഗ്മ FM. അപ്പം ഈ FM-ന്റെ ടോട്ടൽ എടുക്കുക. എനിക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ ഇത് 2910 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്നാ മക്കളെ n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഇത് കൂട്ടി കഴിയുമ്പോൾ എനിക്ക് 110 കിട്ടും. സോ 2910 / 110 നമുക്ക് എത്ര വിളിക്കാം? എത്ര കിട്ടും? / 110. പെട്ടെന്ന് മലയാളത്തിൽ വായിക്കാൻ കിട്ടിയില്ല. 2645 എന്ന് കിട്ടും ആൻസർ. 2645 ആണ് മീൻ. എന്താ മീൻ്റെ ഫോർമുല? മീൻ്റെ ഫോർമുല പറഞ്ഞാൽ സിമ്പിൾ ആണ്, സിഗ്മ FM/n. അപ്പൊ F എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ്, M എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. പിന്നെ F × M ചെയ്യുക. എന്നിട്ട് FM-ന്റെ ടോട്ടൽ എടുക്കുക. FM-ന്റെ ടോട്ടലാണ് 2910. എന്നിട്ട് n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതി വെക്കാം, സിഗ്മ F ആണ്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 110 കിട്ടും. ഡിവൈഡ് ചെയ്യുക 26.45. മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമുക്ക് n/2 ഐറ്റം വേണം. n എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ F ആണ്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമുക്ക് നേരത്തെ എത്ര കിട്ടിയത്? 110. അപ്പം n/2 ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 110 / 2 55 എന്ന് കിട്ടും. 55 അല്ല ആൻസർ. 55ാമത്തെ ഐറ്റം ലൊക്കേറ്റ് ചെയ്യണം. എവിടെ ലൊക്കേറ്റ് ചെയ്യണത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. സോ മീഡിയൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്ത് വെക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾക്ക് അറിയാലോ. 14 എഴുതുക ആദ്യമേ. 14 × 20 ആഡ് ചെയ്യുക 34, 34 × 34 ആഡ് ചെയ്യുക 68, 68 × 26 ആഡ് ചെയ്യുക 94. ഓരോന്ന് കൂട്ടി വരിക. ഓക്കെ, ഇനി 55 ഞാൻ ലൊക്കേറ്റ് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. എവിടെ ലൊക്കേറ്റ് ചെയ്യും? 68 അടങ്ങും. 34 അടങ്ങുമോ? 55 ഇല്ല. 94 അതിലും വലുതായിപ്പോയി. അപ്പൊ 68 മാത്രമേ ഉള്ളൂ. സോ എനിക്ക് എന്നെ മീഡിയൻ ക്ലാസ് കിട്ടി. ഇനി ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്താ ഇക്വേഷൻ? L + n/2 - CF / F × H. L എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 20.
അത് എഴുതി. n/2 നമുക്ക് കിട്ടി 55 55 എഴുതി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും വിചാരിക്കുക. പക്ഷെ അല്ല, നമ്മൾ കണ്ടുപിടിച്ച ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് ലൊക്കേറ്റ് ചെയ്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ മുന്നത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇപ്പൊ 68 ആണ് ഞാൻ ലൊക്കേറ്റ് ചെയ്തത് അല്ലെ. അതാണ് ഞാൻ ഗ്രാഫ് ഒരു സ്ക്വയർ ഒരു റെക്ടാങ്കിൾ വരച്ച് വെച്ചേക്കുന്നത്. ആ ഫ്രീക്വൻസി അല്ല, അതിന് മുന്നേ ഉള്ള ഫ്രീക്വൻസി ഏതാണ്? 34 ആണ്. 34. ഇനി എഫ് എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ ഫ്രീക്വൻസി ഏതാണ്? ക്ലാസ് മീഡിയം ക്ലാസ്. ഇതിന്റെ ഫ്രീക്വൻസി 34 ഡിവൈഡ് 34. എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ ആണ്. ഇവിടെ എത്രയാ ക്ലാസ് ഇന്റർവെൽ? 10. ഇനി ഇത് ചെയ്താൽ മതി. ഇത് ആദ്യമേ ചെയ്യാം. ആദ്യം 55 34 മൈനസ് ചെയ്യുക, എന്നിട്ട് അതിനെ 34 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 10 ചെയ്യുക. ഇതിന് ശേഷം മാത്രം 20 ആഡ് ചെയ്യുക. അല്ലാതെ 20 + 55 - 34 ചെയ്യാൻ വേണ്ടി പോരുത്. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ബ്രാക്കറ്റിലിട്ടേക്ക് ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ആൻസർ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും 26 എന്ന് പറഞ്ഞ് കിട്ടും. 26. ഇനി മോഡ് കണ്ടുപിടിക്കാൻ ഇതിലും എളുപ്പമാണ്. ഇക്വേഷൻ ഉണ്ട് L+D1 / D1 + D2 × വെച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 34 ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. അപ്പോൾ 20 to 30 ആണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി L ലോവർ ലിമിറ്റ് 20. D1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഏറ്റവും വലിയ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയും അതിന് മുന്നത്തെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് 34 - 20 14. ഇനി D2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസിയും അതിന് താഴെയുള്ള ഫ്രീക്വൻസി നമ്മൾ ഡിഫറൻസ് 34 - 26 എത്ര കിട്ടും? 8 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്യുക. ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഇതാണ്. അതിനുശേഷം മാത്രമേ 20 ആഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് ചെയ്തു നോക്കാം. മിസ് ചെയ്തു തരാം. 14 + 8 എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ 14 / 22 0.6 കിട്ടും. 0.6 × 10 എന്ന് പറയുന്നത് 6 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക? 20 ആഡ് ചെയ്യുക. എത്ര കിട്ടും? 26 എന്ന് പറഞ്ഞ് കിട്ടും മോഡ്. 26 ആണ് മോഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മീൻ മീഡിയൻ മോഡ് ചെയ്യാൻ. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ 6 റൂറൽ ഡെവലപ്മെന്റ് ആണ്. അതിൽ നിന്ന് 8 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഗ്രാമീണ വികസനം എന്നാണ് മലയാളത്തിൽ ആ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ചോദ്യം ഡിസ്കസ് ദ വേരിയസ് മെഷേഴ്സ് ഇനിഷ്യേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഇംപ്രൂവിംഗ് ദ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന മെഷേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ മെഷേഴ്സും നമ്മൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തക്കാളി ഉണ്ടാകും, കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പിൾ ഉണ്ടാവും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് അസംബ്ലിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ്, ഗ്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ച് അസംബിൾ ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ കൊണ്ടുവരിക. അപ്പോൾ കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ലോറി വഴിയോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയോ കൊണ്ടുവരിക, അതിന് കൃത്യമായിട്ടുള്ള പാക്കേജിംഗ് ഒക്കെ ആക്കുക, അതിന് ഗ്രേഡ് ചെയ്യുക, എത്ര നാൾ നിൽക്കുന്ന ഗ്രേഡ് ചെയ്യുക, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതിനെയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പല പല സ്ഥലങ്ങളിലുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന രീതി ഉണ്ടല്ലോ, ആ രീതികളെയാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ മെഷേഴ്സ് ആണ് ഗവൺമെന്റ് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. അതായത് ഇപ്പം നമുക്കറിയാം, എല്ലാം ഇപ്പം കർഷകരുടെ കയ്യിൽ നിന്ന് ചെറിയ പൈസയ്ക്ക് തക്കാളി വാങ്ങും. 10 രൂപയ്ക്ക് അവരുടെ കയ്യിൽ നിന്ന് 2 കിലോ തക്കാളി വാങ്ങിയിട്ട് നമുക്കൊരു 40 രൂപയ്ക്ക് കൊണ്ട് വിൽക്കും. അപ്പൊ അത് അവരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന പോലെയാണ് കർഷകരെ. ഇതൊക്കെ മാറ്റിയിട്ട് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇനി പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഇപ്പം നമുക്കറിയാം, കാശ്മീരിൽ നിന്ന് ആപ്പിൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നല്ല റോഡ് വേണം, അല്ലെങ്കിൽ നല്ല റെയിലൊക്കെ വേണം അല്ലെ. അതേപോലെ തന്നെ ഈ ആപ്പിൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൾഡ് സ്റ്റോറേജ്, നല്ല തണുത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ചൂടത്തിരുന്ന ആപ്പിൾ അളിഞ്ഞു ചീത്തയായി പോകും, അങ്ങനത്തെ സ്റ്റോറേജ് ഒക്കെ വേണം. സോ അടിസ്ഥാന സൗകര്യങ്ങൾ മെയിൻ ആയിട്ട് വേണം. അതിന് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡ്, റെയിൽവേ, വെയർ ഹൗസസ്, ഗോഡൌണ്, കോൾഡ് സ്റ്റോറേജ്, ഇതൊക്കെ നല്ലതാക്കാനുള്ള കാര്യങ്ങളും ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യം ശ്രദ്ധിക്കുക, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അത് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന മെഷറാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ലോജിക്കലി ആലോചിച്ച് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്തത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അതായത് നമുക്കറിയാം, മിഡിൽമെൻ, ഇടനിലക്കാരെ ഒഴിവാക്കുക, അതിനിടയിൽ നിൽക്കുന്ന ആൾക്കാരെ ഒഴിവാക്കിയിട്ട് കർഷകർ തന്നെ സാധനങ്ങൾ കൊണ്ട് വിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക, സഹകരണ രീതി. ഓക്കെ. അടുത്തത് പ്രൊവൈഡിങ് പ്രൈസ് സപ്പോർട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു തേങ്ങയ്ക്ക് കിലോയ്ക്ക് വില കുറഞ്ഞു പോയി, ഒരു തേങ്ങയുടെ വില 24 രൂപ എന്ന് വിചാരിക്കുക, അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയെങ്കിൽ ഒരു താങ്ങ് വില, ഒരു സപ്പോർട്ടിംഗ് പ്രൈസ് ആര് വെക്കും? ഗവൺമെന്റ് വെക്കും. അതിൽ കുറച്ച് തേങ്ങ വിൽക്കാൻ വേണ്ടി പറ്റും, 36 രൂപയാക്കും. അതിന് ആർക്ക് വേണ്ടി ആക്കുന്നത്? കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സപ്പോർട്ടിംഗ് പ്രൈസ് ഒക്കെ കൊണ്ടുവരുന്നത്. അതിന് പ്രൈസ് ഫ്ലോർ എന്നൊക്കെ പറയും. നിങ്ങൾ +2 ചെല്ലുമ്പോഴത്തേക്കൊക്കെ പഠിക്കും. പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ക്രെഡിറ്റ് വായ്പകൾ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു രീതിയാണ്. അതേപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകളൊക്കെ തുറക്കുക, അത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്
റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളാണ്. സോ ഇത് 5 മാർക്കിനാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇടയ്ക്കൊക്കെ 8 മാർക്കിന്, ഇപ്പം മിസ് കാണിച്ച ചോദ്യമില്ല, അത് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. 8 മാർക്കിന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് എഴുതാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. സോ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ നമുക്ക് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് മാരത്തോണിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ മക്കളും മാരത്തോണിലേക്ക് എത്തുക. സോ താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.